പുകവലിക്കാത്ത ഒരാൾക്ക് പോലും ഇതിന്റെ ഉള്ളറകളിലേക്ക് എത്തിനോക്കാൻ ആഗ്രഹമുണ്ടാകും. ഈ ലോകത്തെ ഏറ്റവും വലിയ സിഗരറ്റ് ഫാക്ടറിയുടെ രഹസ്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമുക്ക് വണ്ടർലാൻഡ്സിനോടൊപ്പം ആ അത്ഭുത ലോകത്തിലേക്ക് ഒരു യാത്ര പോകാം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏകദേശം 267 ദശലക്ഷം മുതിർന്നവർ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിൽ 13 മുതൽ 15 വയസ്സിനിടയിലുള്ള ഏകദേശം 8.5% വിദ്യാർത്ഥികൾ ഒരു പുകയില ഉൽപ്പന്നമെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. സിഗരറ്റുകളെ ആളുകൾക്ക് ഇത്ര ആകർഷകമാക്കുന്നത് എന്താണ്? അതിന്റെ നിർമ്മാണ പ്രക്രിയ എങ്ങനെയാണെന്ന് നേരിട്ട് കാണാനായി ഞാൻ ഇപ്പോൾ തന്നെ ഫാക്ടറിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അതിനിടയിൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ആരോഗ്യപരമായ അപകട സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഈ വീഡിയോ സിഗരറ്റ് ഉപയോഗത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് പ്രത്യേകം ഓർക്കുക. ആധുനിക സിഗരറ്റുകളുടെ ആവിർഭാവത്തിന് മുമ്പ് പണ്ടുകാലം മുതൽക്കേ സസ്യ ഇലകൾ ഉപയോഗിച്ചിരുന്നു. മായൻ, ആസ്ടെക് ആളുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി പുകയിലകൾ ഉപയോഗിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പ് പുകയില ഇറക്കുമതി ചെയ്യുകയും അമേരിക്കൻ പര്യവേഷണങ്ങളിലൂടെ ഇത് ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു. തുടക്കത്തിൽ വൈദ്യശാസ്ത്രപരമായ ആവശ്യങ്ങൾക്കും വിനോദപരമായ ആവശ്യങ്ങൾക്കുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ടോടെ സിഗരറ്റുകൾ അമേരിക്കൻ ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ഒരു അഭിവാജ്യ ഘടകമായി മാറി. എങ്കിലും ശാസ്ത്രീയ ഗവേഷണങ്ങൾ ആരോഗ്യപരമായ അപകടങ്ങൾ വെളിപ്പെടുത്തി അത് ഇതിന്റെ ഉപയോഗം കുറക്കുന്നതിനായുള്ള ശ്രമങ്ങളിലേക്ക് നയിച്ചു. സിഗരറ്റുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? വസന്തകാലം നടിലിന് ഏറ്റവും അനുയോജ്യമായ നോർത്ത് കരോലിനയിലെ ഫ്ലാറ്റ് ലാൻഡ് പ്രദേശത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നഴ്സറി ഏരിയയിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ തളികകളിൽ മണ്ണ് നിറക്കുന്ന കാഴ്ചകൾ കാണാം. ഒരു ഓട്ടോമാറ്റിക് സീഡിംഗ് മെഷീൻ വിത്തുകൾ മണ്ണിൽ തുല്യമായി വിതറുന്നു. ഇപ്പോൾ വിത്തുകൾ നിറഞ്ഞ തളികകൾ ഗ്രീൻ ഹൗസിനുള്ളിൽ ഒരുങ്ങുകയാണ്. നഴ്സറിയിൽ 7 ആഴ്ചകൾക്ക് ശേഷം തൈകൾ പറിച്ചു നടാൻ പാകമാകുന്നു. ഒരു യന്ത്രം തൈകൾ മണ്ണിൽ യാന്ത്രികമായി നടുന്നു. അവിടെ അവയ്ക്ക് ദിവസേന പരിചരണം ലഭിക്കുകയും 5 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടിയുടെ യാത്ര ഉയരത്തിൽ വളരുകയും ചെയ്യുന്നു. ജൂലൈ മാസത്തിൽ പുകയില ചെടികൾ പൂക്കാൻ തുടങ്ങുമ്പോൾ ഇലകളിലെ പോഷക സാന്ദ്രത വർദ്ധിപ്പിക്കുന്നതിനായി ചെടിയുടെ മുകൾ ഭാഗം നീക്കം ചെയ്യാൻ കർഷകർ കട്ടിംഗ് മെഷീനുകൾ വയലുകളിലൂടെ ഓടിക്കുന്നു. കർഷകർ ഒരേ സമയം വളർച്ചാ നിരോധനികൾ ചെടികളിൽ തളിക്കുകയും ചെയ്യുന്നുണ്ട്. 1 മാസത്തിനു ശേഷം പുകയില ചെടികൾ മഞ്ഞയായി മാറുന്നതോടെ വിളവെടുപ്പിന് തയ്യാറായെന്ന സൂചന നൽകുന്നു. ഒരു കിളക്കുന്ന യന്ത്രം മണ്ണിലേക്ക് ആഴത്തിൽ കുഴിച്ചിറക്കി ചെടികൾ ഉയർത്തി ട്രക്കുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ വർഷത്തെ കാലാവസ്ഥ താരതമ്യേന അനുകൂലമായതിനാൽ കർഷകർക്ക് നല്ല വിളവെടുപ്പ് ലഭിക്കുന്നുണ്ട്. ബിന്നുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചെടികളും മറ്റൊരു ട്രക്കിലേക്ക് മാറ്റുന്നു. ഇതോടെ ഒരു ദിവസത്തെ വിളവെടുപ്പ് അവസാനിക്കുകയും ഉണക്കൽ പ്രക്രിയക്കായി വെയർഹൌസിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ട്രക്കിലെ ഇലകൾ ഒരു കൺവെയർ ബെൽറ്റിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുക. ഉണങ്ങിയ പുകയിലകൾ സ്റ്റോറേജ് റൂമിലേക്ക് മാറ്റിയ ശേഷം ഒരു വലിയ ചെയിൻ കണ്ടെയ്നറിലേക്ക് വീഴുന്നു. തറയുടെ അടിയിൽ വിറക് കത്തിച്ച് ഉണക്കുന്നതിനുള്ള ചൂട് സൃഷ്ടിക്കുന്നു. ഈ പ്രക്രിയ സാധാരണയായി 5 മുതൽ 8 ആഴ്ച വരെ എടുക്കും. അതിനുശേഷമാണ് ഇലകൾ സിഗരറ്റ് ഫാക്ടറിയിലേക്ക് മാറ്റുന്നത്. ഉണങ്ങിയ ഇലകൾ വൃത്തിയുള്ള ചതുരാകൃതിയിലുള്ള കെട്ടുകളാക്കി അമർത്താൻ ഒരു പ്രസ്സിംഗ് മെഷീനിലേക്ക് മാറ്റുന്നു. സംസ്കരണത്തിനായി ടൺ കണക്കിന് ഉണങ്ങിയ പുകയില സംസ്കരണ പ്ലാന്റിലേക്ക് അയക്കുന്നു. അവിടെയാണ് സിഗരറ്റ് യാത്രയുടെ അടുത്ത ഘട്ടം തുടങ്ങുന്നത്. അസംസ്കൃത പുകയില ഇലകൾ ലഭിക്കുമ്പോൾ സംസ്കരണത്തിലെ ആദ്യപടി വലുപ്പം, തരം, ഗുണമേന്മ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ ഇലകളെ തരം തിരിക്കുക എന്നതാണ്. തരംതിരിച്ച ശേഷം അമിതമായി ഉണങ്ങിയ ഇലകളെ വഴക്കമുള്ളതാക്കാൻ ചെറുതായി ആവിയിൽ വേവിക്കുകയോ ഈർപ്പമുള്ളതാക്കുകയോ ചെയ്യുന്നു. അടുത്തതായി കണ്ടീഷൻ ചെയ്ത ഇലകൾ ഒരു സ്ട്രിപ്പിംഗ് മെഷീനിലൂടെ കടത്തിവിടുന്നു. ഇത് സ്റ്റോക്കിൽ നിന്ന് പുകയില ഇലകളെ വേർതിരിക്കുന്നതിന് സഹായിക്കുന്നു. ബ്ലൈൻഡിംഗ് ആണ് 3ാമത്തെ ഘട്ടം. ഒരിക്കൽ വേർതിരിച്ചെടുത്ത പുകയിലകൾ ബ്ലൈൻഡിങ്ങിനായി തയ്യാറാണ്. അതിനുശേഷം അവ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. സിഗരറ്റ് നിർമ്മാണ പ്രക്രിയ വളരെ വേഗതയേറിയതും ഉയർന്ന ഓട്ടോമേറ്റഡ് ആയതുമാണ്. നിർമ്മാണ യന്ത്രത്തിന് മിനിറ്റിൽ 20,000 സിഗരറ്റുകൾ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് ഞെട്ടിക്കുന്ന ഒരു വേഗത തന്നെയാണ്. വടി എന്ന് വിളിക്കപ്പെടുന്ന ഒരു നീണ്ട പുകയില വടി സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രക്രിയ ആരംഭിക്കുന്നത്. 7000 മീറ്റർ വരെ അളവുകളുള്ള ഒരു റോൾ പേപ്പർ വിരിച്ച് അതിൽ ഒരു നിര പുകയില വെക്കുന്നു. റോളിംഗ് പേപ്പർ പുകയിലയുടെ നിരക്ക് ചുറ്റും പൊതിയുന്നു. ഇതോടെയാണ് ഒരു സിഗരറ്റ് വടി രൂപപ്പെടുന്നത്. വടി കുറഞ്ഞ നീളത്തിൽ മുറിക്കുകയും 2 അറ്റത്തും ഫിൽട്ടറുകൾ ഘടിപ്പിക്കുകയും ചെയ്യുന്നു.
ഈ ഫിൽട്ടറുകൾ ടിപ്പിംഗ് പേപ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതാണ് സിഗരറ്റിന്റെ ഫിൽട്ടർ അറ്റത്ത് പൊതിഞ്ഞ പേപ്പർ. ഈ സിഗരറ്റിന്റെ ഗുണനിലവാരം ഓരോ ഘട്ടത്തിലും കർശനമായി നിയന്ത്രിക്കപ്പെടുന്നു. വ്യക്തിഗത സിഗരറ്റുകൾ ചെറിയ ഗ്രൂപ്പുകളായി ക്രമീകരിക്കുകയും പുതുമ നിലനിർത്താൻ ഫോയിൽ ഉപയോഗിച്ച് പൊതിയുകയും ചെയ്യുന്നു. അതിനുശേഷം പാക്കറ്റുകൾ സിഗരറ്റുകൾക്ക് ചുറ്റും കൂട്ടിച്ചേർക്കുകയും അവയുടെ സുഗന്ധവും പുതുമയും നിലനിർത്താൻ ഒരു സംരക്ഷിത ഫിലിമിൽ പൊതിയുകയും ചെയ്യുന്നു. പിന്നീട് ഗതാഗതത്തിനായി പാക്കറ്റുകൾ കാർട്ടണുകളിലോ പ്രധാന ബോക്സുകളിലോ പാക്ക് ചെയ്യുന്നു. കൂടാതെ സിഗരറ്റ് ഫാക്ടറികൾ നൂതന സാങ്കേതിക വിദ്യയും കാര്യക്ഷമമായ മാലിന്യ സംസ്കരണവും ഉപയോഗിച്ച് പാരിസ്ഥിതിക ആഘാതം കുറക്കുന്നുമുണ്ട്. സിഗരറ്റ് ഉൽപാദന പ്രക്രിയ ഞങ്ങളോടൊപ്പം പര്യവേഷണം ചെയ്തതിന് നിങ്ങൾക്ക് നന്ദി. ഞങ്ങൾ പ്രദർശിപ്പിച്ച സാങ്കേതിക വിദ്യയുടെയും കരകൗശലത്തിന്റെയും ഈ മിശ്രിതം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ കൂടുതൽ രസകരമായ യാത്രകൾക്കായി വണ്ടർലാൻഡ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.